दर्शक का स्वागत है फिर रिएक्शन चैनल में। और आज हम लेके आए चार्ली मूवी के सीन 6 का रिएक्शन। और लास्ट सीन हमने देखा किस तरीके से यहाँ पे मतलब दिख रहा है कि ये अब नहीं मिलने वाले हैं और इनको पूरा कहीं भी आप ढूंढते रहो, हर एक के पास इनकी कोई अनोखी स्टोरी है। अब जो अंकल आए हैं अब इनको लगता है इनके पास भी कुछ अलग स्टोरी है कि इनके साथ कैसा इनका मिलन रहा और सब कुछ। मुझे तो लग रहा है इस गर्ल को पहले ही मिलते ही पहले तो इनको सबसे पहले ना इनको एक फ़ोन गिफ्ट करना चाहिए, बिकॉज दैट इज़ द बिगेस्ट प्रॉब्लम कि इनके पास फ़ोन नहीं है और ये अपने हिसाब से सिर्फ इनकमिंग आ सकता है, मतलब आप इनको कर नहीं सकते। तो सबसे पहले इनको फ़ोन गिफ्ट करो। बट वो फ़ोन रखेंगे ही नहीं क्योंकि वही उनका फोर्टे है ना, वरना वो अफोर्ड तो कर ही सकते हैं। उनका प्लान ही तो वही है। तो देखते हैं फिर क्या होगा। तो आप भी देखो, हम देखते हैं। लेट्स स्टार्ट। हेलो हेलो जैसा चोस्त घेतली. हॅलो കഴിഞ്ഞ 2 ദിവസമായി നിന്നെ ഞാൻ വിളിക്കാം. നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? അയ്യോ ഓക്കെ. ഷാഹിന, എടാ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? അതിന്റെ വൈഡും കൂടി എടുത്ത് ക്ലോസ് ചെയ്യാം. നീ എന്തിനാ കനിയുടെ വീട്ടിൽ പോയെ? ചാരപ്പണിയൊന്നുമല്ല, പത്രക്കാർ ഒരുപാട് കയറിയിറങ്ങിയ വീടാ അത്. അത് ഞാൻ ആ കഥയുടെ ബാക്കി. ഒരു കഥയും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളും നിന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്താ അതിലുള്ളേ? എന്നെ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. ओह वाह, ये मुन्नार है क्या? वो ये लड़की? हाँ वही लड़की थी वो। यही है, सही जगह आ गए हो। वाह इतनी रोमांटिक जगह पे मिल रहे हैं ये लोग। आई एम सो एक्साइटेड। हाइड एंड सीक। वाह यार, वो लड़की को कितनी नई जगह पे नई लाइफ दे दी। कनी ചേച്ചി ദേവരാൽ കാണാൻ വന്നിരിക്കണോ? सत्यम कानी चेची, ओ ये वही है जिसको सुसाइड करने से बचाया था। ये क्या करते हैं? ये इन्होंने फार्म हाउस ले रखा है क्या? सबको बचा के यहाँ लाते हैं। ഹായ് ഐ എം ടെസ. കനി, നിങ്ങൾ പോയി കളിച്ചോ. വാടി നമുക്ക് അവിടെ പോയി കളിക്കാം. എനിക്ക് മനസ്സിലായില്ല. ഞാൻ വീട്ടിൽ പോയിരുന്നു. പത്രത്തിൽ നിന്നാണോ? പത്രക്കാരൊന്നും അറിയാത്തൊരു കാര്യം നടന്നിട്ടില്ലേ കനിയുടെ ലൈഫിൽ? കഴിഞ്ഞ ന്യൂ ഇയറിൻ്റെ അന്ന് तुम्हारे लाइफ का बैकड्रॉप है इसके पास। ആ രാത്രി പിന്നെ എന്താ സംഭവിച്ചതെന്ന് ഈ കഥയിലില്ല. ആ സഭാനും 3-4 അവന്മാരും കൂടെ തന്നെയുടെ കാര്യം പറഞ്ഞ് ഉസ്മാനെ പോയി ചീത്ത വിളിച്ചെന്ന്. ഇതൊക്കെ അവനെ ഒന്ന് വിളിച്ച് പറയാമെന്ന് വിചാരിച്ച അവൻ ഏതാണ്ട് മാണിക്യം തപ്പി നടക്കുകയല്ലേ. തോന്നുമ്പോൾ വരിക, തോന്നുമ്പോൾ പോവുക. നീ വരട്ടെ. ഏതായാലും തന്നെ പുറത്തോട്ടൊന്നും കളിക്കാൻ പറ്റില്ല. ഇതാരാ? മനസ്സിലായി മനസ്സിലായി, കൂട്ടുകാരി അല്ലേ? എനിക്ക് മനസ്സിലായി. ഞാൻ കുഞ്ഞപ്പൻ. അപ്പോൾ 2 ദിവസം ഉണ്ടാവുമല്ലോ? ഉണ്ടാവണം, അതാ ഇവിടുത്തെ നിയമം. കളിക്കുന്ന കൊള്ളാം. പിള്ളേരെ പുറത്തോട്ടൊന്നും പോയേക്കരുത് കേട്ടോ. ഈ കഥയുടെ ബാക്കി അന്വേഷിച്ച ഒരാൾ ഇത്ര ദൂരം വരുമെന്ന്. കഥയല്ല, കഥ എഴുതിയ ആളന്വേഷിച്ചാ ഞാൻ വന്നത്. ഇന്നും ഗോതമ്പ് കഞ്ഞിയാണ്. ഇന്ന് ഗോതമ്പ് കഞ്ഞി, നാളെ പാക്കഞ്ഞി. കർത്താവേ, ഇന്നും ഗോതമ്പ് കഞ്ഞി. കൈസാ ഹേ ഗോതമ്പ് കഞ്ഞി? वो भी तो यही कह रहे थे, ये आते हैं जाते हैं. ഉണ്ടാക്കിയ മക്കൾക്ക് വേണ്ടാത്തതുകൊണ്ടാണല്ലോ ഇവിടെ വന്ന് കിടക്കുന്നത്. എന്നാ വായിക്ക് രുചിയുള്ള നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നെ എന്നാ കുഴപ്പം? എന്റെ സുധാകര, നാളെ തന്നെ പോത്ത് വെച്ചുകൊണ്ട് കുളിപ്പിച്ചേക്കാം പോരെ? അല്ല പിന്നെ ഒരു പ്ലേറ്റ് ബീഫ് കണ്ട ഹാർട്ട് അടിച്ചു പോകുന്ന ആളാ. അല്ല മോള് കുക്ക് ചെയ്യുമോ? അയ്യേ, ഇതൊക്കെ എന്നാ പഠിക്കുന്നത്? നല്ല ഫുഡ് ഉണ്ടാക്കി ചെറുക്കന് കൊടുത്താലേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സ്ട്രോങ് ആകത്തുള്ളൂ. അതാ അതിന്റെ ഒരു സൈക്കോളജി. ഞാൻ മാരീഡ് അല്ല. റിയലി? സെയിം പിച്ച്. ഞാനും മാരീഡ് അല്ല. മാരീഡ് അല്ല എന്ന് പറയുമ്പോ ആളെ കണ്ടുവച്ചിട്ടുണ്ടാവും അല്ലേ? എവിടെയാ? പട്ടാളത്തിലാ? ഞങ്ങൾക്കൊക്കെ ഗോതമ്പ് കഞ്ഞി വന്നേറ്റേ നിങ്ങൾ അവിടെ ഇരുന്ന് സൂപ്പ് കുടിക്കുക അല്ലയോ? ഇത് നമ്മുടെ സ്വന്തം കൊച്ച. ആയ കാലത്ത് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇതുപോലെ സ്വന്തമായിട്ടൊരു കൊച്ചുണ്ടാകത്തില്ലായിരുന്നു. അതിന് ഞാൻ പട്ടാളത്തിലല്ലായിരുന്നു, കെട്ടാൻ സമയം കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ എന്നും വെടിവെപ്പല്ലായിരുന്നു.
അതെ ഈ കുഞ്ഞപ്പച്ചേട്ടനെ ഒരു മറിയാമ്മയോട് വലിയ പ്രേമമായിരുന്നു. സാല, പേര് മാറ്റി പറഞ്ഞ ഐ വിൽ ഷൂട്ട് യു. മറിയാമ്മ അല്ല, ത്രേസ്യ, ചക്കുപരക്കൽ ത്രേസ്യ. ആ അതെ, നമ്മുടെ വീട് ആറ്ററമ്പത്തായിരുന്നേ. അപ്പൊ അക്കരെയായിരുന്നു ത്രേസ്യയുടെ വീട്. ആ ഇനി പറഞ്ഞോ പറഞ്ഞോ. ഓ, ഒരു മഴക്കാലത്ത് കുഞ്ഞപ്പച്ചേട്ടൻ അങ്ങ് പ്രേമം മൂത്ത്. ചാക്ക, ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെയാണ് പറയുന്നത് കുഞ്ഞേ. അതായത് ഈ മഴയാണല്ലോ പ്രേമം, പ്രേമമാണല്ലോ മഴ. ഇതങ്ങോട്ട് പെയ്തങ്ങ് കേറി. ആ ഇനി ആരെങ്കിലും ബാക്കി പറഞ്ഞോ? ഇനി എന്താ പറയാനാ, മഴയെല്ലാം കഴിഞ്ഞ് ഇങ്ങേര് ആറ് നീന്തി കയറി അക്കരെ ചെന്നപ്പം കംപ്ലീറ്റ് വെള്ളമായിരുന്നു. കാലം തെറ്റിയ മഴയല്ലേ, നല്ല പെയ്ത്തായിരുന്നു. ഒന്ന് തോർന്നിട്ട് എന്ന് പ്രേമം പറയാമെന്ന് വെച്ച് അക്കരെ ചെന്നപ്പോ ത്രേസ്യയുടെ വീട് വെള്ളം കൊണ്ടുപോയി. ഉള്ളത് പെറുക്കിയെടുത്ത് അവർ നാട് വിട്ടു. പോയത് എങ്ങോട്ടാന്ന് ആർക്കോട്ട് അറിയാനും മേലായിരുന്നു. എനിക്കെന്ന് 16 17 വയസ്സല്ലേ. കുറെ തപ്പി നടന്നു, പിന്നെ പ്രാരാബ്ധമായി, പട്ടാളത്തിൽ പോയി. അങ്ങനെ അങ്ങനെ ത്രേസ്യയോട് ഐ ലവ് യു എന്ന് പറയാൻ വേണ്ടി ഇപ്പോഴും കെട്ടാതെ ഒറ്റക്കാലിൽ അങ്ങനെ നിൽക്കൂടാ, നിൽക്കും. ഇനി ഒരു ജന്മം ഉണ്ടേ അപ്പോഴും നിൽക്കും. അതാ ഇതുവരെ കണ്ടില്ലേ? ഓരോ ലീവിന് വരുമ്പോഴും അവിടെ ഇവിടെയൊക്കെ തപ്പി നടക്കും. എവിടെ കിട്ടാൻ, പിന്നെ തിരിച്ചങ്ങ് പോവും. എടാ, പ്രേമം എന്ന് പറഞ്ഞാല് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് സാക്ഷാൽ കാറൽ ബാക്സ് പോലും പറഞ്ഞിരിക്കുന്നു. അതൊന്നും ഇവിടെ ആർക്കും പിടി കിട്ടത്തില്ല. പക്ഷെ നിങ്ങക്ക് പിടി കിട്ടിയില്ലേ? ഈ കാത്തിരിപ്പിന്റെ ഒരു ഒരു പെയിനില്ലേ, അതൊരു സുഖ അല്ലേ? यार ये लोग वो पेन भी प्लेजर है। पर यार हम मिलना देखना चाहते हैं यार, ऐसे घुमाओ मत हमको यार। ഹലോ ഹലോ ഹലോ, ആ എനിക്ക് കേൾക്കാം, പറ. ഡീ നീ പറയുന്നൊന്നും കേൾക്കാൻ മേല. രാവിലെ തൊട്ട് ഞാൻ വിളിക്കാം. നിന്റെ അമ്മയും ജോർജി എന്നെ കാണാൻ വന്നിരുന്നു. ആ എന്നിട്ട്? ഹലോ ഹലോ നീ എവിടാന്ന് അവര് ചോദിച്ചു. ഹലോ ഹലോ, बात ഇവിടെ ഫോണിന് റേഞ്ച് കുറവാ. ഓ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. उन्होंने जवाब नहीं दिया। ആ നാളെ രാവിലെ നമുക്കൊരു സ്ഥലം വരെ പോകണം. ഓക്കെ. उस जगह पे क्या है? वाह, क्या जगह है यार। और वहां पे बाइक पे എനിക്ക് വരാം. ഒരു കുഴപ്പമില്ല. क्या बात है, ये गांव का ध्यान रख रहे हैं। ഇത്രയുള്ള കളിയൊന്നും വേണ്ട, പോയേ. താങ്ക്സ്. എത്ര നാളായി ബൈക്ക് ഓടിക്കുന്നു? കോളേജിലൊക്കെ ഇതിലാ പോയിരുന്നു. പപ്പാജിയുടെ വണ്ടിയാണ്. അന്ന് രാത്രി ബൈക്ക് എടുത്തിട്ട് എവിടെയാ പോയത്? मेन क्वेश्चन, കുഞ്ഞപ്പൻ ചേട്ടൻ പറയും അയാൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത് അപ്രതീക്ഷിതമായിട്ടാണെന്ന്. എന്നാ പോക്കായി പോന്നെ? അവൻ നിന്നെ കളിയാക്കി വണ്ടി എടുത്തോ ദൂരെ കൊളുത്തു വന്നു വേണ്ടേ? രണ്ടെണ്ണം അടിച്ച് കരിപ്പായന്റെ हम भी हंसी रहे हैं। ചേട്ടന്മാർ വിട്ടു. अरे उसके सामने उसका ऐसा दिखाना ना कि कुछ नहीं था। അതെ, ഒരു സോറി പറയാൻ വന്ന മരിക്കാൻ പോയ ഒരാൾ അയാളുടെ പെർമിഷൻ ഇല്ലാതെ അറിഞ്ഞാൽ ശരിയല്ലെന്നായി. അതുകൊണ്ടാണ് സോറി. ഇനി നേരിട്ട് വിളിച്ചു. ओह बोले क्या राइट टाइम पे पेट्रोल खत्म हुआ है। കുറച്ച് സ്നേഹത്തോടെയൊക്കെ ചവിട്ടിയാലേ അത് സ്റ്റാർട്ട് ആവത്തുള്ളൂ. അതെ, ഈ തൂങ്ങിച്ചാവുകയും കടലിൽ ചാടുകയും ചെയ്യുന്നതൊക്കെ പഴയ സെറ്റപ്പാ. നമുക്കൊരു വെറൈറ്റി ഐറ്റം പിടിച്ചാലോ? क्या नया, क्या न्यू ईयर, नए साल पे सोसाइटी। എന്നാ ചവിട്ടാ കിഡ്നി ബ്രെയിനിൽ കയറി പോയി.
തിരുമ്പി ഇറക്കണം. ओले उसको शक हो रहा അതെ, है ഈ ഇടിയൊട്ടി അവനെ പാമ്പ് അടിച്ചെന്ന് കേട്ടിട്ടുണ്ടോ? മിക്കവാറും അതിപ്പോ നടക്കും. എന്നാ അപ്പൊ അതൊക്കെ റിവേഴ്സ് ഗിയർ ഇട്ടാലോ? നമ്മക്കാണ് ഈ 5 ഇടിച്ചിടാനും സ്ലോ മോഷൻ നടക്കാനോ ഒന്നും അറിയാൻ മേലേ. വാ, ഇവിടെ നിൽക്കണ്ട, വാ. He's all set. क्या हुआ? ഞങ്ങൾക്ക് വഴി തെറ്റി ചേട്ടാ. കാഞ്ഞിര മറ്റത്തേക്ക് എങ്ങനെ പോവാ? अच्छा ഇത് നേരെ കൂടി left എടുത്താ മതി. ആ അപ്പൊ ശരി. ശരി, मैं ऐसे ही डर रहे थे। ഹാപ്പി ന്യൂ वही लग रहा है. नहीं ये दूसरे वो दौड़ने वाला പോവാന്നോ? अलग थे। പ്രായപൂർത്തി ഒരു പുരുഷൻ ഒറ്റക്കാക്കണ പോവല്ലേ? ഇവിടെ നേരെ പോയി അങ്ങ് അപ്പുറത്ത് ഇറങ്ങിയാൽ മതി. Foot rest. തൊട്ടടുത്താ ഒരു 150 കിലോമീറ്റർ. सिर्फ 150 किलोमीटर। വട്ടവട. इतना बड़ा. ഗെറ്റ് ഡൗൺ. എന്നാ ശരി. मैजिशियन है, इनसे नहीं मिलने वाला। गायब. पिटेंगे अभी. വേട്ടക്കാരനെ കണ്ടിട്ടുണ്ടോ? ഓറിയോൺ. ഏതായാലും ചാവാൻ പോകും. कॉन्स्टलेशन। ചുമ്മാ നോക്കിക്കോ. നൈസാ. वैसे ये है पता है, नाइट स्काई देखो ना, बहुत रिलीफ मिलता है। सिटीज में तारे दिखते कहाँ हैं यार. वाह। മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ? Magic mushroom. ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പിന്നെ അവിടെ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കും. ഇതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ മൂപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്ന് കണ്ട് ഹാപ്പി ആയിട്ട് കാര്യം. वो she भी हो सकती है यार. जेंडर ഞാൻ इंपॉर्टेंट ആരാണെന്നോ, नहीं है, തന്റെ पॉइंट past इंपॉर्टेंट है। എന്താണെന്നോ, എന്തിനാണ് ആത്മഹത്യ ശ്രമിച്ചതെന്ന് എനിക്കറിയാം. अरे पुलिस जा। അതെ ഇവരെ കഴിഞ്ഞില്ലേ ചുറ്റി കളിക്കാതെ വീട്ടിൽ പോ. चलो. എന്നാ തെറിച്ചാലോ? ഹലോ സാറേ, ഞങ്ങളുടെ ഫസ്റ്റ് ന്യൂ ഇയറാ. വയ്ക്കോ വാ കയറ്. മരിക്കാൻ തീരുമാനിച്ച ആൾക്ക് എൻ്റെ കൂടെ പോരാൻ പേടിയാണോ? വാ. सही बात है, अब तेरे को क्या डर है? പോ ദാ പോണ് സാറേ. ആര് വണ്ടി ഓടിക്കണമെന്ന് ചെറിയൊരു കൺഫ്യൂഷൻ. Who will ride the bike? आप चलाएंगे मैं വാ കയറ്. चलाऊंगी. മനസ്സ് ശാന്തമില്ലെങ്കിൽ ഹൈ റേഞ്ചിൽ വണ്ടി ഓടിച്ചാൽ ശരിയാവും. मुझे तो पसंद आ जाते हैं यार. मेरे को ऐसे बचा क्या रहे रे? വാ. आई एम इन लव. इनको भी आए गए लगता है, और या फिर इनको एक न्यू लाइफ मिली है। ये क्या है? कितना सुंदर है पूरा एरिया यार। अरे रे, ये क्या तरीका है उठाने का। वो बच्चे हैं। मतलब यहाँ पे जो भी हैं सारे ओल्ड, इन सब की एक कहानी होगी हाँ. जहाँ से उनको बचा के लाए। क्या फैमिली है. विलेज कुकिंग चैनल। यस. अब एकदम से वो चेंज हो गया है पूरा। फाइनली उनके अंदर वो चेंजेस आए और वो इस चीज़ को एक्सेप्ट कर पाए। पर क्या उनकी स्टोरी थी कि इस तरीके से हमें लग रहा था कि भाई वो भाग के चली गई होंगी, बट नहीं, उन्होंने उनको बचाया भी, फिर बताया भी, और इंडियन उनको अपने यहाँ ले आए। ये पता नहीं उनका कौन सा एक जगह है जहाँ पे वो ले आते हैं, एंड वहाँ पे सब लोग आके समझते हैं उस जगह को, और फिर वैसे ही बन जाता है और कोई छोड़ के नहीं जाता वहाँ से। सच में यार बहुत ही प्यारी स्टोरी थी और कैसे पूरी जर्नी इनकी दिखाई गई है। एंड अब मुझे लग रहा है कि ये सच में इंसान ही ऐसे है कि यार इनके साथ कोई भी रहना, हर किसी को प्यार हो जाए। सही में आप लोग कैसे लगा कमेंट सेक्शन में जरूर बताएगा। तो इसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए और सब्सक्राइब करिए। बाय। बाय.